എൻ്റെ പേര് റവറൻഡ് ഷെറിൻ ആർ സത്യൻ. ഞാനിപ്പോൾ ദക്ഷിണ കേരള മഹായിടവക പരുത്തിപ്പള്ളി ഡിസ്ട്രിക്റ്റിലെ ആര്യനാട് ടൗൺ CSI സഭയിലെ ശുശ്രൂഷകനായിട്ട് കഴിഞ്ഞ 5 വർഷമായി സേവനം ചെയ്തു വരുന്നു. എൻ്റെ മാതൃസഭ ദക്ഷിണ കേരള മഹായിടവകയിലെ തന്നെ വട്ടപ്പാറ CSI സഭയാണ്. എൻ്റെ സ്വദേശം വട്ടപ്പാറയാണ്. എൻ്റെ ശൈശവകാലം മുതൽ തന്നെ സഭയുടെ എല്ലാ ശുശ്രൂഷകളിലും പങ്കെടുക്കുന്നതിനും സഭയുടെ ശുശ്രൂഷയുടെ ഭാഗമായി നിൽക്കുന്നതിനും ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ ശുശ്രൂഷയിലേക്ക് വരുന്നതിന് കാരണമായത് എൻ്റെ മാതാപിതാക്കൾ ദൈവവേലയ്ക്കായി എന്നെ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ അവർ ഒരുക്കിയത് കൊണ്ടാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും ശുശ്രൂഷയിലൂടെ ആയാലും പഠനത്തിലൂടെ ആയാലും അവർ എനിക്ക് ഒരുക്കി നൽകിയിട്ടുണ്ട്. അത് എൻ്റെ ഇന്നത്തെ ശുശ്രൂഷയിൽ ഒരു വലിയ മുതൽക്കൂട്ടായിട്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഈ ശുശ്രൂഷയിൽ എൻ്റെ സഭ എനിക്ക് നൽകിയ പങ്ക് വളരെ വലുതാണ്. പ്രത്യേകിച്ച് സഭയിലെ സംഘടനകളിലൂടെ വളർന്നു വരുന്നതിന്, അത് ബാലജന സഖ്യത്തിലൂടെ ആയാലും സൺഡേ സ്കൂളിലൂടെ ആയാലും യുവജന സഖ്യത്തിലൂടെ ആയാലും ഒരു വലിയ പ്രോത്സാഹനം ശുശ്രൂഷയിൽ വളരുന്നതിനും ഒരു വൈദികനായി തീരുന്നതിനും എൻ്റെ സഭ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇന്നും എൻ്റെ ശുശ്രൂഷ മേഖലകളിൽ നല്ല സ്വാധീനം ചെലുത്തുന്നതിന് കഴിഞ്ഞ നാളുകളിൽ സഭയിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകരെ എനിക്കൊരിക്കലും മറക്കാനായിട്ട് സാധ്യമല്ല. എൻ്റെ ശുശ്രൂഷയിലേക്ക് വരുന്നതിനുള്ള താല്പര്യം മനസ്സിലാക്കിയ അവർ ഈ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ഒരുക്കുന്നതിന് ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു വൈദികനായി രൂപപ്പെടുന്നതിന് എൻ്റെ മാതാപിതാക്കളുടെ സ്വാധീനം, എൻ്റെ കുടുംബാംഗങ്ങളുടെ സ്വാധീനം വളരെ വലുതാണ്. സഭയിലുള്ള എല്ലാ ശുശ്രൂഷകളിലും കൃത്യമായി പങ്കെടുക്കുന്നതിനും അതിൻ്റെ ഭാഗമായി നിൽക്കുന്നതിനും അവർ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മാതാപിതാക്കൾ, സഹോദരി, കുടുംബം അവരെല്ലാം ഈ വൈദിക ശുശ്രൂഷയ്ക്കായി എനിക്ക് ശക്തമായ പ്രോത്സാഹനം തന്നിട്ടുണ്ട്. കൂടാതെ എൻ്റെ പപ്പയുടെ സഹോദരൻ നയിച്ചിരുന്ന പ്രാർത്ഥനാ കൂട്ടായ്മ, ആഴ്ചയിൽ 3 ദിവസമുള്ള കൂട്ടായ്മകളിൽ എനിക്ക് കൃത്യമായി പങ്കെടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെറുപ്പം മുതൽ തന്നെ ഒരു വൈദികനായി തീരണം എന്ന എൻ്റെ മാതാപിതാക്കളുടെ താല്പര്യവും ആഗ്രഹവും സമർപ്പണവും എന്നെ ഒരു വൈദികനായി രൂപപ്പെടുത്തുന്നതിന് വേണ്ടി, സമർപ്പിക്കുന്നതിന് വേണ്ടി എനിക്ക് സഹായകരമായി തീർന്നിട്ടുണ്ട്. മാത്രമല്ല, എൻ്റെ പഠനനാളുകളിൽ എനിക്ക് മാതാപിതാക്കൾ പകർന്നു തന്ന വഴികൾ ഒരു വൈദികനായി തീരുന്നതിന് വേണ്ടിയുള്ള സാഹചര്യമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. എൻ്റെ ഭവനത്തിൽ തന്നെ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ റവറൻഡ് CS ഫ്രാങ്ക്ലിൻ ദാസ്, അദ്ദേഹത്തിൻ്റെ സ്വാധീനവും ഒരു വൈദികനായി തീരുന്നതിന് എനിക്ക് ഏറ്റവും പ്രോത്സാഹനമായി തീർന്നിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ എൻ്റെ സഹധർമ്മിണി, എൻ്റെ മക്കൾ, അവരും വൈദിക ശുശ്രൂഷയിൽ
എന്നെ വളരെ ശക്തമായി പിന്താങ്ങുകയും പ്രോത്സാഹനം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഭവനത്തിനടുത്ത് തന്നെയുള്ള ഗവൺമെൻറ് LMA LP സ്കൂളിലും, തുടർന്ന് വട്ടപ്പാറ LMS HSS ഹൈസ്കൂളിലും, +2 വിദ്യാഭ്യാസം ഗവൺമെൻറ് നെടുവേലി ഹയർ സെക്കൻഡറി സ്കൂളിലുമായിരുന്നു. ശരിക്കും എൻ്റെ +2 പഠനത്തിന് ശേഷമാണ് വൈദിക ശുശ്രൂഷയുടെ പൂർണ്ണമായ ഒരു ഗൗരവം ഉൾക്കൊള്ളുന്നതിന് എനിക്ക് സഹായകരമായി തീർന്നിട്ടുള്ളത്. എൻ്റെ യൗവന കാലഘട്ടത്തിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ മാതാപിതാക്കളുടെ സമർപ്പണം ശരിയായി ഉൾക്കൊള്ളുന്നതിന് എനിക്ക് സാധിച്ചു. അതിലൊരു പ്രധാന ഘടകം എന്നത് ഒരു ക്രൈസ്തവനായ എനിക്ക് ഒരു വലിയ അക്രൈസ്തവ സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. എന്നാൽ അവരെല്ലാം മറ്റു പല തൊഴിലുകളിലേക്കും പോയപ്പോൾ എന്നെ ആ ഒരു വഴിയിലേക്ക് പോകാനുള്ള അവസരം ഒരുക്കാതെ ഈ ശുശ്രൂഷയ്ക്കായി ദൈവം എന്നെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. എൻ്റെ മനസ്സ് ആ വഴിയിലേക്കൊന്നും പോയില്ല എന്നതാണ് വാസ്തവം. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഫിലോസഫിയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കുന്നതിന് സാധിച്ചു. അതിനുശേഷമാണ് ഒരു വൈദികനായി തീരണം എന്നുള്ള ആഗ്രഹം പൂർണ്ണമായി ഞാൻ ഉൾക്കൊണ്ട് ദക്ഷിണ കേരള മഹായിടവകയിൽ പാസ്റ്റർ ബോർഡിന് എൻ്റെ അപേക്ഷ സമർപ്പിക്കുകയും ആ അപേക്ഷയിന്മേൽ എൻ്റെ സഭയും സഭ ഉൾപ്പെടുന്ന ഡിസ്ട്രിക്റ്റും എന്നെ പിന്താങ്ങുകയും അന്ന് കഴക്കൂട്ടം ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗവും ഇപ്പോൾ പുതുകുന്ന് ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗവുമായിരിക്കുന്ന മൂഴിക്കോട് CSI സഭയിൽ 2005 മെയ് മാസം മുതൽ ഒരു സ്വമേധ സുവിശേഷ പ്രവർത്തകനായിട്ട് സേവനം ആരംഭിക്കുന്നതിന് എനിക്ക് സാധിച്ചു. 3 വർഷക്കാലം മൂഴിക്കോട് സഭയുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുകയും തുടർന്ന് 2008-2009 വർഷങ്ങളിൽ ദക്ഷിണ കേരള മഹായിടവകയുടെ ബോർഡ് ഫോർ മിഷൻ്റെ കീഴിൽ വെസ്റ്റ് ബംഗാളിലെ ബെൽദ കേന്ദ്രമായുള്ള മിഷൻ കേന്ദ്രത്തിൽ ഒരു മിഷണറിയായി സേവനമനുഷ്ഠിക്കുന്നതിന് എനിക്ക് സാധിച്ചു. ശരിക്കും ദൈവം നമ്മെ ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് എന്നെ പഠിപ്പിച്ച ഒരു കാലഘട്ടമായിരുന്നു മിഷൻ ഫീൽഡിലെ ശുശ്രൂഷകൾ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ സ്വന്തം നാട്ടിലോ സ്വന്തം സഭയിലോ കാണാത്ത ദൈവപ്രവൃത്തി മിഷൻ ഫീൽഡിലുള്ള പ്രവർത്തനങ്ങളിലൂടെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അതിലേറ്റവും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ദൈവവചനം പഠിക്കുന്നതിന്, ദൈവവചനം കേൾക്കുന്നതിന് കുഞ്ഞുങ്ങളുടെ ഒരു വലിയ കൂട്ടം ഞങ്ങളുടെ മിഷൻ കേന്ദ്രങ്ങളിലുള്ള ഗ്രാമങ്ങളിൽ ഒരുമിച്ച് കൂടി എന്നതാണ്. ഒരു സൺഡേ സ്കൂളിൽ 500-ലധികം കുഞ്ഞുങ്ങൾ കടന്നു വരിക എന്ന് പറയുന്നത് ഇന്നും ഞാൻ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന
ഒരു കാര്യം തന്നെയാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ തലമുറകൾ സൺഡേ സ്കൂൾ പഠനത്തിന് വിമുഖത കാണിക്കുമ്പോൾ മിഷൻ ഫീൽഡിൽ ദൈവവചനം പഠിക്കുന്നതിന് കുഞ്ഞുങ്ങൾ കാണിച്ച താല്പര്യം വളരെ അത്ഭുതത്തോടെ നോക്കിക്കാണാതിരിക്കാനായി തരമില്ല. മിഷൻ ഫീൽഡിൽ എൻ്റെ മിഷൻ ഇൻചാർജായി പ്രവർത്തിച്ച റവറൻഡ് ക്രിസ്പിൻ ബാജു അച്ഛൻ ദൈവ ശുശ്രൂഷയെപ്പറ്റിയും ദൈവവിളിയെപ്പറ്റിയും നാം എങ്ങനെ ദൈവ ശുശ്രൂഷ ചെയ്യണം എന്നതിനെ പറ്റിയുമുള്ള പുതിയ കാഴ്ചപ്പാട് അച്ഛനിലൂടെയാണ് എനിക്ക് ലഭ്യമായത്. ഒരു വർഷത്തെ മിഷൻ ഫീൽഡിലെ പ്രവർത്തനത്തിന് ശേഷം ഞാൻ തിരികെ മഹായിടവകയിലെ തന്നെ സഭകളിലേക്ക് മടങ്ങി വരികയും 2012 മഹായിടവക എന്നെ വൈദിക പഠനത്തിനായി അയക്കുകയും ചെയ്തു. തിരുവനന്തപുരം കണ്ണമൂലയിലുള്ള കേരള ഐക്യവൈദിക സെമിനാരിയിലാണ് ഞാൻ എൻ്റെ സെമിനാരി പഠനം പൂർത്തീകരിച്ചത്. 2012-2016 കാലഘട്ടത്തിൽ ഐക്യവൈദിക സെമിനാരിയിലൂടെ എനിക്ക് ലഭ്യമായ ഒരു വലിയ ദൈവശാസ്ത്ര പഠനം ഇന്ന് എൻ്റെ ശുശ്രൂഷയിൽ വളരെ സഹായകരമായിട്ടുണ്ട്. ഒരു ദൈവ ശുശ്രൂഷകന് ഉണ്ടായിരിക്കേണ്ട നല്ല ശീലങ്ങളും ചിട്ടകളും എനിക്ക് രൂപപ്പെടുത്തുന്നതിന് സഹായകരമായത് സെമിനാരി പഠനം തന്നെയാണ്. സെമിനാരിയിലുള്ള അധ്യാപകർ വിവിധ മഹായിടവകളിൽ നിന്നും വിവിധ സഭകളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള വൈദിക വിദ്യാർത്ഥികളുടെയും ഇടപെടൽ ഒരു പുതിയ സ്വഭാവ രൂപീകരണത്തിന് എന്നെ സഹായിച്ചു. കൂടാതെ സെമിനാരിയിൽ വെറുമൊരു വൈദിക വിദ്യാർത്ഥി ആയിരിക്കുക മാത്രമല്ല, സെമിനാരി നിയോഗിക്കുന്ന വ്യത്യസ്തമായ ചുമതലകൾ നിർവഹിക്കുന്നതിനും ദൈവം എന്നെ സഹായിച്ചു. ദൈവ ശുശ്രൂഷയുടെ വ്യാപ്തി മനസ്സിലാക്കുന്നതിന് എനിക്ക് സഹായകരമായി. ഇന്നും എൻ്റെ വൈദിക ശുശ്രൂഷയിൽ സെമിനാരി പഠനത്തിലെ 4 വർഷങ്ങൾ വളരെ നിർണായകമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്വതയോടെ ജനങ്ങളോട് ഇടപെടുന്നതിന്, അത് ദരിദ്രരോടായാലും സമ്പന്നരോടായാലും രോഗികളോടായാലും സൗഖ്യമുള്ളവരോടായാലും പക്വമായി ഇടപെടുന്നതിന് എന്നെ പഠിപ്പിച്ചത് വൈദിക കലാലയത്തിലുള്ള 4 വർഷങ്ങളാണ്. അതിലേറ്റവും സഹായകരമായത് വെള്ളിയാഴ്ചകളിൽ നടന്നു വന്നിരുന്ന ചില ആശുപത്രി സന്ദർശനങ്ങളാണ്. രണ്ടായിരത്തി 2016 വൈദിക പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ദക്ഷിണ കേരള മഹായിടവക വിതുര ഡിസ്ട്രിക്റ്റിലുള്ള പെരിങ്ങമല നോർത്ത് CSI സഭയിലാണ് സഭാശുശ്രൂഷകനായി എന്നെ നിയോഗിച്ചത്. അവിടെ 3 വർഷക്കാലം ശുശ്രൂഷ നിർവഹിക്കുന്നതിന് ദൈവം കൃപയൊരുക്കി. ആ സഭയിലെ ശുശ്രൂഷ കാലയളവിലാണ് ഒരു പട്ടക്കാരനായി ദൈവം എന്നെ ഉയർത്തിയത്. തുടർന്ന് ഇപ്പോൾ ഞാൻ ശുശ്രൂഷ നിർവഹിക്കുന്ന ആര്യനാട് ടൗൺ CSI സഭയിലേക്ക് ശുശ്രൂഷകനായി മാറ്റം ലഭ്യമാവുകയുണ്ടായി. അവിടെ 5 വർഷക്കാലം ശുശ്രൂഷ നിർവഹിക്കുന്നതിനും ദൈവം സഹായിച്ചു. കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ശുശ്രൂഷകനായി
വൈദികനായി രൂപപ്പെടുന്നതിന് ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങൾ നന്ദിയോടെ ഓർക്കുന്നതിന് എനിക്ക് സാധിക്കും. എൻ്റെ ബിരുദവും ബിരുദാനന്തര ബിരുദവും യൂണിവേഴ്സിറ്റി കോളേജിൽ ഫിലോസഫിയിലാണ് ഞാൻ നിർവഹിച്ചത്. എൻ്റെ വൈദിക ശുശ്രൂഷയിൽ ഏറ്റവും സഹായകരമായ പഠന നാളുകളാണ് എൻ്റെ കോളേജ് ലൈഫിൽ എനിക്ക് ലഭ്യമായത്. പ്രത്യേകിച്ച് തത്വശാസ്ത്രം എന്ന വിഷയത്തിൽ ഊന്നി പഠനം നടത്തുന്നതിന് സാധിച്ചത്. അതിൽ ഒരു വൈദികൻ ആയി രൂപപ്പെടുമ്പോൾ മറ്റ് മതങ്ങളോടുള്ള ഇടപെടൽ, സമീപനം വളരെ സുതാര്യമായിരിക്കണം. അതിന് എന്നെ സഹായിച്ചത് ഫിലോസഫിയിലുള്ള പഠനങ്ങളും അതിൽ തന്നെ മതങ്ങളെപ്പറ്റിയുള്ള വിവിധ പഠനങ്ങളുമാണ്. അതിൽ ഇന്ത്യൻ മതങ്ങളെക്കുറിച്ചും വൈദേശിക മതങ്ങളെപ്പറ്റിയും അതിലുള്ള തത്വജ്ഞാനികളെ പറ്റിയുമുള്ള പഠനം ഒരു വൈദികൻ എന്ന നിലയിൽ സഭയ്ക്ക് പുറത്ത് മറ്റ് മതവിഭാഗങ്ങളോട് വളരെ സൗഹാർദ്ദപരമായി ഇടപെടുന്നതിന് എന്നെ ഇന്ന് സഹായിക്കുന്നുണ്ട്. എനിക്കുണ്ടായ ദൈവവിളി ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ എൻ്റെ മാതാപിതാക്കൾ എന്നെ ശുശ്രൂഷയ്ക്കായി സമർപ്പിച്ചതാണ്. എൻ്റെ സഹോദരിയുടെ ജനനത്തിന് ശേഷം 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ജനിക്കുന്നത്. ഒരു മകനെ നൽകിയാൽ അവനെ ദൈവവേലയ്ക്കായി സമർപ്പിക്കാം എന്ന എൻ്റെ മാതാപിതാക്കളുടെ തീരുമാനമനുസരിച്ച് അവർക്കൊരു മകനെ ദൈവം ദാനമായി നൽകുകയും അവരുടെ തീരുമാനം ദൈവസന്നിധിയിൽ അവർ കൃത്യമായി പാലിക്കുകയും ചെയ്തു. എന്നാൽ അവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് വളർത്തുന്നതിന് അവർ ശ്രമിക്കുകയും അത് എന്നിലേക്ക് പകർന്നു നൽകുന്നതിന് അവർക്ക് സാധിക്കുകയും ചെയ്തു. ആ വിളി ഞാൻ തിരിച്ചറിഞ്ഞത് അവരിലൂടെ എനിക്ക് നൽകിയ സഭയിലെ ശുശ്രൂഷകൾ തന്നെയാണ്. മാത്രമല്ല, എൻ്റെ മാതാപിതാക്കൾ സഭാ ശുശ്രൂഷകരെ, ദൈവദാസന്മാരെ സ്നേഹിക്കുകയും അവരെ കരുതുകയും ചെയ്യുന്നത്. ഞങ്ങളുടെ ഭവനത്തിന് സമീപമുള്ള പ്രാർത്ഥനപ്പുരയിൽ വരുന്ന എല്ലാ ദൈവദാസന്മാരും വിശ്രമിച്ചിരുന്നത് ഞങ്ങളുടെ ഭവനത്തിലാണ്. അവരോടുള്ള ഇടപെടൽ, അവർ വരുമ്പോഴെല്ലാം എൻ്റെ മാതാപിതാക്കൾ അവരോട് പറയും, എന്നെ ദൈവവേലയ്ക്കായി സമർപ്പിച്ചിരിക്കുന്നതാണ് എന്ന്. അവരുടെ പ്രാർത്ഥനകളും എൻ്റെ ദൈവവിളിയെ തിരിച്ചറിയുന്നതിന് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരു വൈദികനായി തീരണം എന്ന എൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹം ഞാൻ ഉൾക്കൊണ്ട് അതിനുവേണ്ടി അവർ നയിച്ച വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുകയും ഇന്ന് അവരുടെ ആഗ്രഹമനുസരിച്ച് ഒരു വൈദികനായി തീരുന്നതിന് എന്നെ സഹായിക്കുകയും ചെയ്തു. ഈ യാത്രയിൽ
എൻ്റെ ദൈവവിളിയെ ശരിക്കും ഞാൻ ഉൾക്കൊണ്ടത് 1 വർഷക്കാലം വെസ്റ്റ് ബംഗാളിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഞാൻ ചെയ്ത മിഷൻ പ്രവർത്തനങ്ങളിലൂടെയാണ്. ദൈവവചനം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്ന് ഞാൻ നേരിൽ കണ്ട് മനസ്സിലാക്കിയത് ഈ നാളുകളിലാണ്. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം, അതിനുവേണ്ടി ദൈവം എന്നെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ നാളുകളിലാണ്. ദൈവവിളി ഒരിക്കലും നിസ്സാരമായി നാം തള്ളിക്കളയരുത് എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് ഈ ശുശ്രൂഷ എത്രയും ഗൗരവപൂർവം നിർവഹിക്കേണ്ടതാണ് എന്ന തിരിച്ചറിവും എനിക്ക് ലഭ്യമായത് ഈ നാളുകളിലാണ്. അവിടെ ഈ തിരിച്ചറിവിന് എന്നെ സഹായിച്ചത് പ്രായവ്യത്യാസമില്ലാതെ ദൈവവചനം ശ്രവിക്കുന്നതിന് ആഗ്രഹപൂർവം കാത്തിരിക്കുന്ന ആബാലവൃദ്ധം ജനങ്ങളെ, ദൈവവചനം കേൾക്കുന്നതിനുള്ള അവരുടെ ദാഹത്തെ, കണ്ണുനീരോടുകൂടെയുള്ള അവരുടെ പ്രാർത്ഥനയെ, ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന പെട്ടെന്നുള്ള അത്ഭുതങ്ങളെ, ഇതെല്ലാം നേരിട്ട് കാണുമ്പോൾ, അതിന് സാക്ഷിയാകുമ്പോൾ ദൈവം എന്നെ ഈ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നു, ഇനിയും അനേകം പേരുടെ മുൻപിൽ ഞാൻ മനസ്സിലാക്കിയ ദൈവസ്നേഹത്തെ പകർന്നു നൽകണം എന്ന ഉറച്ച തീരുമാനം എന്നിലുണ്ടാകുന്നതിന് സഹായകരമായി തീർന്നിട്ടുണ്ട്.